എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രി തന്നെയാണ്. അത് ബഡ്ജറ്റിന്റെ അല്ല, കളക്ഷന്റെ കാര്യത്തിൽ പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്ത മണിയുടെ കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു 6% ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എനിക്ക് കണക്ക് കൃത്യമാണെന്ന് അറിയില്ല, ഞാനിങ്ങനെ കേട്ടതാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 12% മുകളിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മലയാള സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വർഷങ്ങളിൽ 6% ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. അതാണ് അതിന്റെ ഒരു എക്സാക്ട് അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ സിനിമയുടെ ഇപ്പൊ മലയാളം ലാംഗ്വേജ് സിനിമകൾ കാണുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള കുറവ് തമിഴ്നാട് പോലെ അല്ലെങ്കിൽ തെലുങ്കാന, ഹൈദരാബാദും പോലുള്ള വലിയൊരു സംസ്ഥാനം, കേരളം പോലുള്ള ചെറിയൊരു സംസ്ഥാനമാണ് എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. മലയാള ഭാഷ ഉപയോഗിക്കുന്നവരുടെ ആളെണ്ണം കുറവാണ്, ഓഡിയൻസ് കുറവാണ്. അത് തന്നെയാണ് അതിന്റെ റിയാലിറ്റി. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ബോംബെ എന്നുള്ളൊരു സ്റ്റഡി പറയുന്നത് ഏറ്റവും കൂടുതൽ ടെലഗ്രാം ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി കേരളമാണെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പൈറസി കാണുന്ന ഓഡിയൻസ് ഉള്ളത് കേരളത്തിൽ നിന്നാണെന്നുള്ളതാണ് ബോംബെ എന്നുള്ളൊരു സ്റ്റഡി കണക്ക് പറയും. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് നമുക്ക് ആരോട് ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളും സ്വയം എന്താ പറയുക കുറച്ചുകൂടെ വളരാനാണ്. ഇപ്പം OTT പ്രൈസ് ഡൗൺ ആവുന്നതിന്റെ പ്രധാന കാരണമായിട്ട് അവർ ആരോപിക്കുന്നത് പൈറസിയാണ്. തിയേറ്റർ എന്നുള്ളത് മാറി ഇപ്പൊ OTT പോലും ഇപ്പൊ കച്ചവടം നടക്കാത്ത ഒരുപാട് പടങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ OTT പോലും എന്ന് പറഞ്ഞാൽ OTT ഇവിടെ കച്ചവടം നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തേക്കുള്ള ആയിട്ടില്ല. അതിനു മുമ്പ് ഇവിടെ സിനിമ ഓടിക്കൊണ്ടിരുന്നത് തിയേറ്ററിൽ തന്നെയാണ്. ഈ പറഞ്ഞ കച്ചവടം എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു ഇറക്കുന്ന പടം കച്ചവടമായാലേ എന്തെങ്കിലും മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പം പല തിയേറ്ററിലൂടെ പിന്നെ കിട്ടുന്നത് കാശല്ലേ. ഞാൻ പറഞ്ഞത് മുടക്കിയ മുതലെങ്കിലും ശരിക്കും കച്ചവടം ആയാലേ. ഇപ്പോൾ 10 രൂപ മുടക്കണം, ഒരു 15 രൂപയെങ്കിലും തിരിച്ചു കിട്ടിയാലേ അതൊരു കച്ചവടം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ലാഭം വന്ന കച്ചവടം. കച്ചവടം അങ്ങനെ കച്ചവടത്തിലെല്ലാം ഉണ്ട്, നഷ്ടമെല്ലാം കച്ചവടത്തിൽ വരും. ലാഭം വന്ന കച്ചവടമാണ്. അപ്പം ഞാൻ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ പൈറസി ആയാലും ഇപ്പം കണ്ട സമരത്തിന് തേങ്ങ ഇതിലൊക്കെ പോകുമ്പോഴും പൈറസി എന്ന് പറയുന്നത് പ്രശ്നം അവിടെ എപ്പോഴും നിപ്പുണ്ട്. സർക്കാർ ആയാലും ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയല്ല, അതിന് നമുക്ക് നിയമപരമായിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരുപാട് പരിധികളുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ചില സൈറ്റുകൾ നിരോധിക്കുക, അങ്ങനെയൊക്കെ പറ്റുന്നിടത്തോളം പ്രതികരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നിയന്ത്രിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ക്വാളിറ്റി ഉള്ളവരായി മാറുക, ഓരോ വ്യക്തിയും ഓരോ പ്രേക്ഷകനും ക്വാളിറ്റി ഉള്ളവരായി മാറുക എന്നുള്ളതാണ് ആ നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത്രേ ഉള്ളൂ.